എല്ലാവർക്കും നമസ്കാരം. കോളിഫ്ലവർ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ പൊറാട്ടയും അതിൻ്റെ കൂടെ തന്നെ തൈര് കൊണ്ട് നല്ലൊരു കോമ്പിനേഷനും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത്. ആദ്യം തന്നെ ഇളം ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് കോളിഫ്ലവർ അതിലിട്ട് വെക്കാം. ഈ കോളിഫ്ലവറിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല കേട്ടോ. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ഏറ്റവും നല്ലതാണ്. ഇനി അതിനെ പൊടി പൊടിയായിട്ട് അരിയണം. അതിന് ഏറ്റവും നല്ലത് മിക്സിയുടെ ഈ ബ്ലേഡ് തന്നെയാണ്. ഇല്ലെങ്കിൽ ചിരവിടുത്താലും മതി കേട്ടോ. അങ്ങനെ ആ മിക്സി നല്ല പൊടിയായിട്ട് അരിഞ്ഞ് തന്നിരിക്കുന്നു. അതിനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഈ കോളിഫ്ലവറിനെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. ഇനി 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിൽ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഈ വെള്ളത്തിൽ തന്നെ ഉപ്പുണ്ടാവും. ആ ബാക്കിയുള്ള വെള്ളം അതിൽ ഒഴിക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴക്കണ പോലെ കുഴച്ചെടുക്കുക. അങ്ങനെ കുഴച്ച മാവ് ഒരു 10 മിനിറ്റ് അവിടെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇനി കോളിഫ്ലവറിനും കൂടി വേവിച്ചെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മളെടുത്ത് വെച്ച കോളിഫ്ലവർ ഇല്ലേ അതിനും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കസൂരി മേത്തി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് അടച്ച് വെച്ച് ഇങ്ങനെ വേവിച്ചെടുക്കാം. കോളിഫ്ലവറിന് പിന്നെ വലിയ വേവൊന്നുമില്ലല്ലോ. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മുടെ കോളിഫ്ലവർ റെഡി ആയിട്ടോ. 10 മിനിറ്റ് ഇരുന്നപ്പോഴേക്കും നമ്മളെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടോ. ഇനി അതൊന്ന് ഒരു ഉരുളതുപോലെ എടുത്തിട്ട് കുറച്ച് പരത്തിയിട്ട് ഈ കോളിഫ്ലവർ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എക്സ്ട്രാ വരുന്നതിനെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം ഇതിനെ. അങ്ങനെ ഇത് റെഡിയായി. ഇനി മറ്റൊരു രീതിയും കൂടി ഉണ്ട് കേട്ടോ പരത്തണത്. അതിന് വേണ്ടിയിട്ട് ചെറിയ 2 ഉരുളകളാക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ കോളിഫ്ലവർ നിറച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ പൊടി വെച്ചിട്ട് പരത്തിയെടുക്കാം. അങ്ങനെ അതും റെഡിയായി. ഇനി നെയ്യിട്ടിട്ടോ എണ്ണ ഇട്ടിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് ചുട്ടെടുക്കാം കേട്ടോ. ഞാനിവിടെ നെയ്യിട്ടാണ് ചുട്ടത്. ഈ പറാട്ടയുടെ കൂടെ ഒരു തൈര് കോമ്പിനേഷനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പുളി കുറഞ്ഞ തൈര് എടുത്തിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് കുറച്ച് ജീരകപ്പൊടി, കുറച്ച് മല്ലിയില, കുറച്ച് മുളക് പൊടി ഇത് തൂവി കൊടുക്കുക. അങ്ങനെ തൈര് മിക്സും കൂടി ഇവിടെ റെഡിയായി. ഇനി ഇതെല്ലാം തൈരിലേക്ക് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ചൂടോട് കൂടി തന്നെ ഈ പൊറാട്ട ഈ തൈരിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കൂ. സൂപ്പർ ടേസ്റ്റാണേ. എന്നാൽ പിന്നെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങളും കൂടി ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കൂടെ തന്നെ ചില്ലി ഫ്ലേക്സിന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.